നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ ഇത്തവണയും NCP തന്നെ മത്സരിക്കും. തോമസ് കെ തോമസ് MLA തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. CPM CPI പ്രാദേശിക തർക്കം തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന് NCPക്ക് പക്ഷേ ആശങ്കയുണ്ട്. UDFൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന സീറ്റിൽ റെജി ചെറിയാൻ സ്ഥാനാർത്ഥിയാകും. സീറ്റ് ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NDAയിൽ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ തുഷാർ വെള്ളാപ്പള്ളിക്കാണ് മുൻതൂക്കം. ശരത് എസും സജോ ദേവസ്യയുമാണ് ചേരുന്നത്. നമുക്കാദ്യം ശരത്തിലേക്ക് പോയാൽ, ശരത്ത്, തോമസ് കെ തോമസ് ഇങ്ങനെ ആടി നിൽക്കുകയായിരുന്നു, വേണമെങ്കിൽ മണ്ഡലം വിട്ടുകൊടുക്കാമെന്നൊക്കെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ പക്ഷേ NCP തന്നെയാണ്, തോമസ് കെ തോമസ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നു, അല്ലേ? കുട്ടനാട്ടിൽ ഇത്തവണയും NCP തന്നെ മത്സരത്തിനിറങ്ങുമെന്നുള്ളതാണ് വിനീത മനസ്സിലാക്കേണ്ടത്. കാരണം ഘടകകക്ഷികളുടെ സീറ്റ് LDF അല്ലെങ്കിൽ CPM ഏറ്റെടുക്കില്ല എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എന്തായാലും NCP ഉള്ളത്. അങ്ങനെയാണെങ്കിൽ NCPയുടെ സ്ഥാനാർത്ഥിയായി തോമസ് കെ തോമസ് തന്നെ വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഒപ്പം CPM CPI തർക്കമടക്കമുള്ള പ്രതിസന്ധികളാണ് നിലവിൽ ഇപ്പോൾ NCP ഒരു ആശങ്കയെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ മാത്രം 13 പഞ്ചായത്തുകളിൽ 8ഇടത്തും UDFന് വിജയം കൈവരിക്കാൻ സാധിച്ചു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വേരോട്ടമുള്ള കുട്ടനാട്ടിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് NCPക്ക് വലിയ ആശങ്കയാണ്. മാത്രമല്ല രാമങ്കരിയിൽ CPM തർക്കം അത് വലിയ രീതിയിൽ ബാധിച്ചു. ഇത് മുട്ടാറടക്കമുള്ള മറ്റു പഞ്ചായത്തുകളിലേക്കും വ്യാപിക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെ നീലംപേരൂരിൽ NDAക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഇവിടങ്ങളിലൊക്കെ ചില ആശങ്ക NCPക്ക് ഉണ്ട്. എന്തായാലും കുട്ടനാട് വിട്ട് മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് എന്തായാലും NCP LDF മുന്നണിയിൽ അവകാശപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ആവശ്യം മുന്നോട്ട് വെച്ചില്ല. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ തന്നെ നിലവിൽ ഉറച്ചു നിൽക്കുകയാണ് NCP. നേരത്തെ മസിൽ പിടിക്കാനില്ല എന്നുള്ളത് തോമസ് കെ തോമസ് പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ കുട്ടനാട്ടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയത്ത് NDA സ്ഥാനാർത്ഥികളുടെ സാധ്യത പട്ടികയിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. BDJSന്റെ സീറ്റാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ BDJS സ്ഥാനാർത്ഥി ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി വരാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ NDAയും LDFും ഇത്തരത്തിൽ കുട്ടനാട്ടിൽ കളം അവിടുത്തെ തർക്കങ്ങൾ CPM CPI തർക്കം അത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് NCPക്ക് തന്നെ. സജോ ദേവസ്യ, അത് മുതലെടുത്തുകൊണ്ട് കുട്ടനാട് സീറ്റ് പിടിക്കാം എന്നതാണോ UDF ലക്ഷ്യമിടുന്നത്? വിനീത, കുട്ടനാട്ടിലെ പോരാട്ടത്തിനൊരു മറ്റൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. NCP സ്ഥാനാർത്ഥിയും മുൻ NCP നേതാവും തമ്മിലുള്ള മത്സരത്തിനാണ് കുട്ടനാട്ടിൽ അരങ്ങൊരുങ്ങുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ് ആ സീറ്റ് ഉള്ളത്. ആ സീറ്റ് ഏറ്റെടുക്കണം എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം മാത്രം പരിശോധിച്ചാൽ വലിയ മുന്നേറ്റം അവിടെ UDFനും കോൺഗ്രസിനും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. പൊളിറ്റിക്കൽ വോട്ടുകൾ മാത്രം നോക്കിയാൽ ജില്ലാ പഞ്ചായത്ത് ആകട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇതുവരെ നേടിയ സീറ്റുകളും ഭരണവും ഒക്കെ പരിശോധിച്ചാലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നത് ഗുണം ചെയ്യും എന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് റെജി ചെറിയാൻ അവിടെ സ്ഥാനാർത്ഥിയാകും. റെജി ചെറിയാൻ ഒരു വ്യവസായി കൂടിയാണ്. മുൻപ് NCPയുടെ ഭാഗമായിരുന്നു. NCP വിട്ട് ഒരു വിഭാഗം നേരെ ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുകയാണ് ചെയ്തത്. ഒരു വ്യവസായിയാണ് അദ്ദേഹം. നാളുകളായി ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ ജോസഫ് ഗ്രൂപ്പ് വിഭാഗം നേതാക്കൾ റെജി ചെറിയാന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റെജി ചെറിയാൻ അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇനി ആ സീറ്റ് ഏതെങ്കിലും നിലയ്ക്ക് കോൺഗ്രസിന് വിട്ടുകൊടുക്കുക എന്നത് സാധ്യമല്ല എന്നാണ് ജോസഫ് വിഭാഗം നേതാക്കൾ പറയുന്നത്. റെജി ചെറിയാൻ തന്നെ അവിടെ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുമെന്ന് ഉറപ്പാണ്. ശരി, ഏതായാലും കുട്ടനാട് സീറ്റിൽ അംഗം ഇത്തവണ കടുക്കുമെന്ന് ഉറപ്പാണ്. തോമസ് കെ തോമസ് തന്നെ മത്സരിക്കും NCPയിൽ നിന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലായും തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരാണ് NDA രംഗത്ത് തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ രംഗത്തിറക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെജി ചെറിയാൻ UDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. സജോയും ഒപ്പം ശരത് എസുമാണ് വിശദാംശങ്ങൾ നൽകിയത്.